ഹായ് സുഖല്ലേ? ഇന്ന് ഒരു നാടൻ മാമ്പഴ ചമ്മന്തി, നാട്ടുമാങ്ങ കൊണ്ടുള്ള ഒരു ചമ്മന്തി, പഴമാങ്ങ കേട്ടോ, പിന്നെ ഒരു മെഴുക്ക് വരട്ടിയും. അപ്പോൾ ആദ്യം ഒന്ന് എൻ്റെ കത്തി ഷാർപ്പാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു സെറാമിക്കിൻ്റെ ബൗൾ എടുത്തിട്ട് അതിൻ്റെ ബാക്ക് ഭാഗത്തിലാണ് കേട്ടോ ഇങ്ങനെ മൂർച്ചപ്പെടുത്താറ്. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കണ്ടമാങ്ങയുടെ 3 ഫ്രിഡ്ജിലുണ്ടായിരുന്നതാണ്. കുറച്ച് കറുപ്പ് കുത്തൊക്കെ വന്നിട്ടുണ്ട്, എന്നാലും കേടായിട്ടില്ല കേട്ടോ. കണ്ടോ, ഒരു കേടുമില്ല. അപ്പോൾ ഞാൻ അതൊന്ന് ഒരെണ്ണം എടുത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കണം. അപ്പോൾ ഈ മാമ്പഴക്കാലം തീരുന്ന മുമ്പ് നാടൻ മാങ്ങ കൊണ്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ, മാമ്പഴം കൊണ്ട്. പിന്നെ വേണ്ടത് ഒരു 4-5 വറ്റൽമുളക് വേണം, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി വേണം. തേങ്ങയൊന്നും വേണ്ട കേട്ടോ ഇതിലേക്ക്. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇങ്ങനെ വെറുതെ കയ്യിലെടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ചോറിലൊക്കെ പുരട്ടി തൈരൊക്കെ ഒഴിച്ച് കഴിക്കാനും നല്ല രസമാണ്. അപ്പോൾ ഈ ഉണക്കമുളകിനെ ആദ്യം നമുക്കൊന്ന് നമ്മളുടെ ഈ കമ്പിയിലൊന്ന് കോർത്തെടുക്കണം. നമുക്കിതൊന്ന് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും അത് ചുടണം മുമ്പ് നന്നായിട്ടൊന്ന് കഴുകും. അതിൻ്റെ പുറത്ത് ഇങ്ങനെ പൊടികളുണ്ടാവുമല്ലോ. മാത്രമല്ല ഇങ്ങനെ ഒന്ന് നനഞ്ഞതിന് ശേഷം നമ്മളിതുപോലെ ഗ്യാസിൽ കാണിക്കുമ്പോൾ അത് പെട്ടെന്ന് കരിഞ്ഞ് പിടിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂട്ടുള്ളൂ. ചെയ്യുണ്ടാവും എല്ലാവരും, ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കൂട്ടുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ എന്താ പറയുക, വറ്റൽമുളക്, വറമുളക് ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചതച്ചെടുക്കണം, അരയ്ക്കണ്ട കേട്ടോ. അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെക്സ്ചർ ഒന്ന് ചേഞ്ച് ആവും. അപ്പോൾ ഒരു ടേസ്റ്റും മണമൊക്കെ ഒന്ന് കുറയും. അപ്പോൾ അരയ്ക്കരുത്. നമുക്കിതുമാതിരി നമ്മുടെ ഇടിക്കണ കല്ലിലോ അമ്മിക്കല്ലിലോ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഉണ്ട്, കാരണം ആ മുളകിന് ഒട്ടും എരിവില്ല. അപ്പോൾ ഞാൻ ഇത്തിരി മുളക് പൊടി ഇട്ടുണ്ട്, പിന്നെ കുറച്ചൊരു കളറും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഇത്തിരി മുളക് പൊടി ഇട്ടു. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്തി നമ്മളിത് നന്നായിട്ടൊന്ന് ഇടിച്ച് എടുക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ഈ മാമ്പഴ ചമ്മന്തി? നിങ്ങളുടെ നാട്ടിൽ ഇതിന് വല്ല പേരുണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഞങ്ങളുടെ അവിടെ ഉണ്ടാക്കും. മാമ്പഴക്കാലം തീരാനായിട്ട് മുമ്പ് നാട്ടുമാങ്ങ വേണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. നമ്മൾ വാങ്ങണ മാമ്പഴം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇതിന് അത്ര വലിയ ടേസ്റ്റ് കിട്ടില്ല, എന്നാലും നല്ല രസമാണ് കഴിക്കാൻ. അപ്പോൾ പക്ഷേ നമ്മുടെ ഈ മാമ്പഴം ഞാൻ ആ കല്ലിലിട്ടിട്ട് ചതച്ചില്ല കേട്ടോ, അത് തെറിച്ച് പോകും മൊത്തം. അപ്പോൾ മാമ്പഴം ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തു. നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ചതക്കണല്ലേ, അതൊന്നും കൂടി ചതച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് കോരി മാറ്റി വെക്കാട്ടുള്ളൂ. നല്ല രസമാണ് ഈ ചമ്മന്തി. നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കട്ടോ, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ. പഴയകാല ചമ്മന്തിയാണ്. ഇനി നമുക്ക് ആ കോരി മാറ്റിയത് മുഴുവൻ നമ്മളുടെ മാമ്പഴം അരച്ച് വെച്ചിട്ടില്ലേ അതിലേക്ക് ഇടാട്ടുള്ളൂ. ഇനി കുറച്ച് കരുവേപ്പിൻ്റെ ഇല അതുമാതിരി കൈ കൊണ്ട് നന്നായിട്ട് പിച്ചി ചീന്തി ഇടാം. ചതക്കണയിൽ ഇടണ്ട, ഇങ്ങനെ പിച്ചി ചീന്തി നുള്ളി നുറുക്കിയിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾക്ക് ഈ വേനൽക്കാലത്തൊക്കെ മാമ്പഴക്കാലത്തെ സമയത്ത് രാവിലെ മഴ പെയ്യില്ലേ വേനൽക്കാലം കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ തൊടിയിൽ പോകുമ്പോൾ ഇങ്ങനെ മാമ്പഴം നിറയെ വീണ് കിടക്കുന്നുണ്ടാവും. അങ്ങനെ കിട്ടണ ചെറിയ നാടൻ മാമ്പഴമാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത് കിട്ടുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണിത്. അപ്പോൾ ഇതിലേക്ക് ഇതിപ്പോൾ ഞാനിങ്ങനെ ഇതിനെ സോഫ്റ്റൊക്കെ ആക്കണമെന്നുള്ളൂ. ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇതിങ്ങനെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കുക, അരയ്ക്കും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. ഇനി ഇതിലേക്ക് നല്ല ആട്ടിയ വെളിച്ചെണ്ണ കുറച്ച് പിശുക്കില്ലാതെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്തൊരു ടേസ്റ്റിയാണെന്ന് അറിയാം ചമ്മന്തി. നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവില്ലേ, നിങ്ങൾക്ക് അറിയാണ്ടാവും. ഈ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മണം രക്ഷയില്ല. നല്ല ചൂട് ചോറിൻ്റെ മേലെ കുറച്ച് ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചിട്ട് കഴിക്കാൻ, തൈര് ഒഴിച്ച് കുഴച്ചാൽ അടിപൊളി. ഈ നാടൻ സ്വാദുള്ള നല്ല മണമുള്ള ഈ മാമ്പഴ ചമ്മന്തി നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. മാമ്പഴക്കാലം തീരണം മുമ്പ് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ലല്ലോ. ഇനി നമുക്ക് നമ്മുടെ നാടൻ മെഴുക്ക് വരട്ടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചീഞ്ചട്ടിയിൽ ഞാൻ നല്ലോണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണേനെ എടുക്കും കേട്ടുള്ളൂ. ഇനി അതിലേക്ക് ഒരു വലിയ സ്പൂൺ ഉഴുന്നുപരിപ്പാണ് ഇടേണ്ടത്. ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരു 4 മണി കടുക് ഇട്ട് കൊടുക്കണം. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അത് ഞാൻ കഴുകി മുറിച്ച് വെച്ച കായയില്ലേ, പച്ചക്കായ, ചെറിയ കായാണ് കേട്ടോ. അത് വാരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നോക്കിയിട്ട്. അപ്പോൾ ഞാൻ അത് വാരി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലോണം മൂത്ത കായാണെങ്കിൽ ഒന്ന് അടച്ചു വെച്ചോളൂ. ഇതിലേക്ക് വെറും പച്ചമുളക് മാത്രമാണ് കേട്ടോ ഇടുക. മഞ്ഞൾപ്പൊടി പോലും വേണമെന്നില്ല, പക്ഷെ ഞാനൊരു കാണാനൊരു ഭംഗിക്ക് ഇട്ടുന്നേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി ഇടാറില്ല നമ്മൾ. വെറും പച്ചമുളകും നമ്മുടെ ഉപ്പും വെളിച്ചെണ്ണയും ഉഴുന്നുപരിപ്പും കടുകും പച്ചമുളക് നല്ലോണം കേട്ടോ, അത് മാത്രമേ ഇടൂ. ചിലപ്പോൾ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊന്നും ഇതിലിടില്ല. അപ്പോൾ ഇതുപോലൊരു കായുപ്പേരി നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ എന്ന് പറയൂ കേട്ടോ. ഉള്ളിയൊന്നും ചേർക്കേണ്ട, ഉള്ളിയും വെളുത്തുള്ളി ഒന്നും ചേർക്കാതെ വെറും വെളിച്ചെണ്ണ ഈ പച്ചമുളകിൻ്റെയും ഉഴുന്നുപരിപ്പ് വറുത്തതിൻ്റെ മണം മാത്രമേ മെഴുക്ക് വരട്ടിക്കുണ്ടാവുള്ളൂ. നല്ല നാടൻ മെഴുക്ക് വരട്ടിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടുള്ളൂ. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.